So welcome to the next lecture, Riemann-Stieltjes integral. സോ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ഒത്തിരി ഡിസ്കസ് ചെയ്തിരുന്നതാണ്. എന്നാലും ഇതിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പറയാം. ഇതിൽ പറയുന്നതാണ്, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ റീമാൻ ഇൻറ്റഗ്രലാണ് ആദ്യം പഠിക്കാനുള്ളത്. റീമാൻ ഇൻറ്റഗ്രൽ പറയുന്നത് ബൗണ്ടഡ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽസ്. ക്ലോസ് ബൗണ്ടഡ് ഇൻ്റർവൽസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ബൗണ്ടഡ് ഫങ്ഷൻസിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിക്കാനുള്ള ഒരു അപ്രോച്ചാണ് റീമാൻ നമുക്കവിടെ തരുന്നത്. പുള്ളി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഏത് ഇൻ്റർവെല്ലാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ ഇൻ്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യും, പാർട്ടീഷൻ ചെയ്യും. ഞാൻ പാർട്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പാർട്ടീഷനെ പറ്റി നമുക്ക് ഈ ലെക്ചർ മുന്നോട്ട് പോകുന്നതോടുകൂടി നമുക്കതിൽ വീണ്ടും കാണാൻ പറ്റും. സോ പാർട്ടീഷൻ ചെയ്യുന്നു. ഓരോ പാർട്ടീഷൻ സെഗ്മെൻറ്റിൽ നമ്മൾ ഓരോ റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കുന്നു. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയകളുടെ സമ്മായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീമാൻ സം ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് പഠിക്കാനുള്ളത് അപ്പർ സം ലോവർ സം വെച്ചിട്ടുള്ള കൺസെപ്റ്റാണ്. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളത് ടാഗ്ഡ് പാർട്ടീഷൻ വെച്ചിട്ടുള്ള കൺസെപ്റ്റ് ആയിരിക്കും. രണ്ടും അവസാനം ലിമിറ്റിംഗ് കേസിൽ ഒന്ന് തന്നെയാവും എന്ന് നമ്മൾ വളരെ ഭംഗിയായിട്ട് ചിത്രമൊക്കെ വരച്ച് നമ്മൾ മുന്നേ കണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇത് ഒന്നുകൂടെ നോക്കാം. ഇവിടെ അപ്പർ സം ലോവർ സം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ക്ലോസ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ നമ്മൾ എവിടെ കൺസിഡർ ചെയ്യണം, നമ്മുടെ ആറിൽ കൺസിഡർ ചെയ്യണം. ഓക്കെ, എ ബി കൺസിഡർ ചെയ്യണം. നമുക്കിവിടെ ഒരു ഫംഗ്ഷനുണ്ട്. നമ്മൾ ഈ ഇൻ്റർവെൽ എ ബിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നു. ഓരോ സെഗ്മെൻറ്റിനും കറസ്പോണ്ടിങ് നമുക്കൊരു റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കണം. സോ നമ്മളിതൊരു ലോവർ സം ആണെങ്കിൽ ഓരോ സെഗ്മെൻറ്റും ഈ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുക. ഈ സെഗ്മെൻറ്റിൽ ഏത് പോയിന്റിലാണോ ഫംഗ്ഷൻ അറ്റൈൻ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്, അപ്പോൾ ഇവിടെയാണ് അറ്റൈൻ ചെയ്യുന്നത്. സോ അത് ഹൈറ്റായിട്ട് റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തു. അടുത്ത സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുക, അവിടുത്തെ മിനിമം വാല്യൂ ഇവിടെയാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെയൊരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തു. അങ്ങനെ അവസാനം നമ്മൾ അടുത്ത റെക്റ്റാങ്കിളും കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഈ പറഞ്ഞ ലോവർ സം നമുക്കവിടെ വരയ്ക്കാൻ പറ്റും. അതായത് ആദ്യത്തേതിൽ നമ്മളിത് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, രണ്ടാമത്തേതിൽ ഇങ്ങനെ വരച്ചു, മൂന്നാമത്തേതിൽ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ കാണുന്ന റെക്റ്റാങ്കിളുകളുടെ ഏരിയകളുടെ സമ്മാണ് നമുക്ക് എന്ത്, ലോവർ സം. ആദ്യത്തെ പോയിന്റ് നമുക്ക് x0 എന്ന് വിളിക്കാം, രണ്ടാമത്തെ പോയിന്റ് x1, x2, x3. ജനറലി നമ്മളതിനെ ഒരു സബ് ഇൻ്റർവെലിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, xi-1, xi നമ്മൾ ഡിനോട്ട് ചെയ്യും. സോ ഡെൽറ്റ xi, അത് ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യും, xi-1 എന്നാണ് നമ്മൾ പറയുക. ഡെൽറ്റ എക്സ് ചേഞ്ച് ഇൻ നമ്മുടെ അതിൻ്റെ ഈ ലെങ്ത്ത്, ബേസ് ലെങ്ത്ത് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറയുക. ഹൈറ്റ് എങ്ങനെ ചൂസ് ചെയ്യുന്നത്, ഓരോ സബ് ഇൻ്റർവെല്ലും ഏത് പോയിന്റിലാണോ മിനിമം വാല്യൂ ഒറ്റെയിൻ ചെയ്യണേ അത് നമ്മൾ എന്ത് ചെയ്യും, ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഹൈറ്റാക്കി ചൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എടുക്കുന്ന റീമാൻസ്. അപ്പോൾ നമ്മൾ ഈ കേസിൽ നമുക്ക് മിനിമം എടുക്കുമ്പോൾ നമ്മളതിന് ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൊട്ടേഷൻ അനുസരിച്ച് സ്മോൾ mi ആണ് മിനിമം വാല്യൂ. അതായത് xi-1, xi എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന മിനിമം വാല്യൂ നമ്മൾ എന്ത് വിളിക്കും, സ്മോൾ mi. ഈ പോയിന്റിലാണെങ്കിൽ ഈ പോയിന്റ് അല്ല mi, ഈ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് എന്ത്, സ്മോൾ mi. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് റീമാൻ സം വരുന്നുണ്ടാവുക, ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയകളുടെയും സമ്മാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് എന്ത് പറയാം, m1 ഇൻറ്റു x1 മൈനസ് x0 പ്ലസ് m2 ഇൻറ്റു x2 മൈനസ് x1 പ്ലസ് എക്സെട്ര പ്ലസ്, ഇപ്പോൾ n പാർട്ടീഷൻസ് ഉണ്ടെങ്കിൽ mn ഇൻറ്റു എന്ത് വരും, xn മൈനസ് xn മൈനസ് 1. ഇതാണ് നമ്മുടെ ലോവർ സം വരുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പർ സം എങ്ങനെയായിരിക്കും, ഓരോ ഇത് പാർട്ടീഷൻ കൺസെപ്റ്റ് സെയിം തന്നെ, പക്ഷെ ഓരോ സബ് ഇൻ്റർവെല്ലിലും നമ്മൾ ഹൈറ്റിന് വേണ്ടി, റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ ആ സബ് ഇൻ്റർവെല്ലിൽ മാക്സിമം വാല്യൂ ആയിരിക്കും. മാക്സിമം വാല്യൂ നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ Mi എന്നാണ്. സോ അങ്ങനെയാകുമ്പോൾ ഒന്നാമത്തെ സെഗ്മെൻറ്റിൽ ക്യാപിറ്റൽ M1 ഇൻറ്റു x1 മൈനസ് x0 പ്ലസ് ക്യാപിറ്റൽ M2 ഇൻറ്റു x2 മൈനസ് x എക്സെട്ര പ്ലസ് ക്യാപിറ്റൽ Mn ഇൻറ്റു xn മൈനസ് xn മൈനസ് 1 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, നമ്മൾ അപ്പർ സം UPF എന്ന് നമ്മൾ വിളിക്കും. ആദ്യം പറഞ്ഞ ലോവർ സം നമ്മൾ എന്ത് വിളിക്കും, LPF എന്ന് വിളിക്കും. ഈ നമ്മളൊരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റർവൽ ആണ്, നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ എന്താ ചെയ്യേണ്ടാവുക, ലോവർ സമ്മുകളുടെ സുപ്രീമം എടുക്കും. സുപ്രീമം എവിടെ വേരി ചെയ്യുന്നുണ്ടാവുക, സുപ്രീമം വിൽ ബി വേരിയിങ് ഓവർ ഓൾ പാർട്ടീഷൻസ്. അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവൽ എ ബി എടുത്ത് ആ ഇൻ്റർവൽ എ ബിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ പാർട്ടീഷൻ ചെയ്യും. അങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് എല്ലാ പാർട്ടീഷൻ്റെ നമ്മൾ എന്ത് ചെയ്യും, ലോവർ സം കണ്ടുപിടിക്കും. ആ എല്ലാ ലോവർ സമ്മുകളുടെയും സുപ്രീമം എടുക്കും.
അത് നമുക്ക് സുപ്രീം ഓഫ് ലോവർ സംസ് പറയാം. സോ സുപ്രീമം എവിടെ റൺ ചെയ്യേണ്ടാവുക? സുപ്രീം ഇസ് റണ്ണിങ് ഓവർ ദ പാർട്ടീഷൻസ് പി, പോസിബിൾ പാർട്ടീഷൻസ് ഓഫ് പി, ഓക്കെ, ഓഫ് ദ ഇൻ്റർവൽ എ ബി. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? Again we'll take all the partitions and we'll take the upper sum corresponding to all those partitions and we'll find the infimum. Okay, suppose if supremum of all those partitions and infimum of supremum of lower sums is equal to infimum of upper sums. അങ്ങനെ ലോവർ സമ്മുകളുടെ സുപ്രീമവും അപ്പർ സമ്മുകളുടെ ഇൻഫിമവും സെയിം ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ഫംഗ്ഷൻ ആ ഇൻ്റർവെല്ലിൽ റീമാൻ ഇൻറ്റഗ്രബിൾ ആണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അല്ലെങ്കിൽ സെയിം അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ അവിടെ എന്തല്ല? റീമാൻ ഇൻറ്റഗ്രബിൾ അല്ല. സോ ഒരു ഫംഗ്ഷൻ ഒരു ഇൻ്റർവെല്ലിൽ റീമാൻ ഇൻറ്റഗ്രബിൾ ആവണമെങ്കിൽ ആ ഇൻ്റർവെല്ലിൻ്റെ you take all the possible partitions and corresponding to all the possible partitions you take all the lower sums and upper sums and you consider the supremum of all the lower sums. Also consider the infimum of all the upper sums. These two things, if these two things are same, that is supremum of all the lower sums is equal to infimum of all the upper sums, then we say that f is Riemann integrable over that interval closed interval ab. Okay, അങ്ങനെയാണ് നമ്മുടെ കൺസെപ്റ്റ് പഠിച്ചിരുന്നത്. ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദിസ് തിങ്സ്. ഓക്കെ, സോ ഐ ജസ്റ്റ് ഗോ ത്രൂ ദ ലൈൻസ്. സോ പ്ലീസ് ഗോ ത്രൂ ദ ലൈൻസ് അലോങ് വിത്ത് മീ. ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് ബൗണ്ടഡ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഓക്കെ, സോ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. നൗ ലെറ്റ് പി ബി എ പാർട്ടീഷൻ. പി എന്ന പാർട്ടീഷനിലെ ഫസ്റ്റ് എലിമെൻറ്റ് നമ്മൾ എ എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇൻ്റർവൽ എ ബി ആണ്. സോ ഫസ്റ്റ് പോയിന്റ് എക്സ് നോട്ട് ആണ്, ലാസ്റ്റ് പോയിന്റ് എക്സ് എൻ ആണ്. സോ മൊത്തം n+1 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ n+1 പോയിന്റ്സ് നമുക്ക് എന്ത് n സെഗ്മെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, n ഡിവിഷൻസ് ഉണ്ടാവും. സോ ദിസ് ഇസ് എക്സ് ആണ് നമ്മൾ എന്ത് വിളിച്ചിരിക്കുന്നത്? ബി എന്ന് വിളിച്ചിരിക്കുന്നത്. സോ ബി പാർട്ടീഷൻ ഓഫ് എ ബി. എ ബിനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡെൽറ്റ എക്സ് ഐ, എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1, നമ്മൾ അതിന് ഡെൽറ്റ എക്സ് ഐ നിന്ന് നൊട്ടേഷൻ കൊടുക്കുന്നു ഫോർ ഐ ഈക്വൽ ടു 1 to n. ഓക്കെ, നൗ സോ വാട്ട് യു മീൻ ബൈ ഡെൽറ്റ എക്സ് ഐ? ഇറ്റ് ഇസ് ദ ലെങ്ത് ഓഫ് ദ ith ഇൻ്റർവൽ. ith സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത് ആണ് നമ്മൾ ഡെൽറ്റ എക്സ് ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഈ ഡയഗ്രത്തിൽ ഒരു ചെറിയൊരു മിസ്സിങ് അവർ വരുത്തിയിട്ടുണ്ട്. മിസ്റ്റേക്ക് വേറെ ഒന്നുമല്ല. എക്സ് നോട്ട് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് എ തന്നെയാണ്, പക്ഷേ ഇവിടെ അത് രണ്ടായിട്ടാണ് കാണുന്നത്. സോ പ്ലീസ് കറക്റ്റ് ദിസ്. ഓക്കെ, ഹിയർ യു ഹാവ് ടു മേക്ക് എ കറക്ഷൻ. ദിസ് ഡയഗ്രാം ഷുഡ് ലുക്ക് ലൈക്ക് സംതിങ് ലൈക്ക് ദിസ്. എ ബി, എ തന്നെയാണ് എക്സ് നോട്ട്. നൗ x1 x2 എക്സെട്ര ബി ഈസ് ഈക്വൽ ടു എക്സ് എൻ. തൊട്ട് മുന്നത്തെ പോയിന്റ് എക്സ് എഫ് എൻ മൈനസ് 1. ഇങ്ങനെയാണ് കൺസെപ്റ്റ് പോകുന്നത്. സോ മേക്ക് ദ കറക്ഷൻ. ഓക്കെ, ഓക്കെ, നൗ കറസ്പോണ്ടിങ് ടു ഈച്ച് പാർട്ടീഷൻ പി ഓഫ് എ ബി. Corresponding to each partition P of AB നമ്മൾ എന്ത് ചെയ്യും? We write capital Mi is equal to supremum of f of x where x lies between xi minus 1 and xi. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെഗ്മെൻറ്റ് xi minus 1 xi എന്നുള്ള ഈ ഒരു സെഗ്മെൻറ്റ് എടുക്കുക. ആ സെഗ്മെൻറ്റിൽ എക്സ് വേരി ചെയ്യുന്ന നേരത്ത് ഏത് പോയിൻ്റാണ് ഫംഗ്ഷൻ മാക്സിമം അറ്റൈൻ ചെയ്യുന്നത്, സുപ്രീം വാല്യൂ എടുക്കുന്നത്, ആ ഇൻ്റർവലിൽ സുപ്രീം വാല്യൂ, ഫംഗ്ഷൻ സുപ്രീം വാല്യൂ നമ്മൾ ഇത് വിളിക്കും ക്യാപിറ്റൽ എം ഐ. അതാണ് ആ ഇൻ്റർവലിൽ ക്യാപിറ്റൽ എം ഐ ആയിട്ട് വരുന്നുണ്ടാവുക. അതുപോലെ സ്മോൾ എം ഐ എന്താ വരുന്നുണ്ടാവുക? ഇൻഫിമം വാല്യൂ ഓഫ് ഓഫ് എക്സ് വേർ എക്സ് വേരീസ് ബിറ്റ്വീൻ എക്സ് ഐ മൈനസ് 1 ആൻഡ് എക്സ് ഐ. ഓക്കെ, ഫൈൻ. Now the upper sum corresponding to the partition P, UPF. എന്താണ് അപ്പർ സം നോക്കൂ. What is upper sum? Now the upper sum corresponding to the partition P is what? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ UPF എന്താ? സിഗ്മ ഈക്വൽ ഓരോ സെഗ്മെൻറ്റിൻ്റെയും കറസ്പോണ്ടിങ് റെക്റ്റാങ്കിളിൻ്റെ സം. അപ്പർ സം ആണ് സോ സുപ്രീം എടുത്തിട്ടുണ്ടാവുക. സുപ്രീം എന്ന് പറഞ്ഞാൽ ഓരോ സെഗ്മെൻറ്റിൻ്റെയും ഫംഗ്ഷൻ ഡിജിനും മാക്സിമം വാല്യൂ ആയിരിക്കും അത് ഹൈറ്റ് എടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ എം ഐ നൊട്ടേഷൻ കൊടുക്കുന്നു. സോ ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് ക്യാപിറ്റൽ M1 ഇൻറ്റു ഡെൽറ്റ x1. ഡെൽറ്റ x1 എന്താ? x1 മൈനസ് എക്സ് നോട്ട്. അടുത്തത് ക്യാപിറ്റൽ M2 ഇൻറ്റു ഡെൽറ്റ x2 പ്ലസ് എക്സെട്ര പ്ലസ് ഡെൽറ്റ ഒരു ക്യാപിറ്റൽ Mn ഇൻറ്റു ഡെൽറ്റ xn. ഇതാണ് നമ്മുടെ അപ്പർ സം കറസ്പോണ്ടിങ് ടു പാർട്ടീഷൻ പി. പാർട്ടീഷൻ മാറിക്കഴിഞ്ഞാൽ റീമാൻ സമ്മും മാറും. ഓക്കെ, ഫൈൻ. സിമിലർലി LPF എന്താണ്? കറസ്പോണ്ടിങ് ടു ദ ലോവർ സം കറസ്പോണ്ടിങ് ടു Similarly, the lower sum corresponding to the partition P is LPF is equal to sigma equal to 1 to n mi into delta xi. Now let small m and capital M be the bounds of f in AB. So f closed interval define ചെയ്യാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷൻ നമുക്ക് എന്താക്കുക? അവിടെ നമ്മുടെ ഫംഗ്ഷൻ ബൗണ്ടഡ് ഫംഗ്ഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ നമുക്ക് റീമാൻ ഇൻറ്റഗ്രേഷൻ പറയാൻ പറ്റത്തുള്ളൂ. സോ ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ് ലെവൽ എ ബി മാത്രം അവിടെ ഡീൽ ചെയ്യുന്നത്. സോ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനിൽ ഒരു ബൗണ്ട് താഴെ ഉണ്ടാവണം, ഒരു ബൗണ്ട് മുകളിലും ഉണ്ടാവണം. സോ ലോവർ ബൗണ്ടും ഉണ്ടാവും, അപ്പർ ബൗണ്ടും ഉണ്ടാവും. എപ്പോഴൊരു ഫംഗ്ഷൻ ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴൊരു ഫംഗ്ഷൻ ലോവർ ബൗണ്ട് ആവുക? ഫംഗ്ഷൻ സെറ്റ് ബി ബൗണ്ടഡ് ബിലോ ഇഫ് ദർ എക്സിസ്റ്റ്
m such that m is less than or equal to f of x for every x coming from the interval a b. ഇങ്ങനെ ഒരു എം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്താണ്, ബൗണ്ടഡ് ബിലോ ആണ്. ഇതുപോലെ എപ്പോഴാണ് ഫംഗ്ഷൻ ബൗണ്ടറി അബവ് ആവുക, ദർ എക്സിസ്റ്റ് റിയൽ നമ്പർ ക്യാപിറ്റൽ എം സച്ച് ദാറ്റ് f of x is less than or equal to m for every x coming from ക്ലോസ് ലെവൽ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫംഗ്ഷൻ ബൗണ്ടഡ് അബവ് എന്ന് പറയും. സോ ബൗണ്ടറി അബവ് ഉണ്ട്, ബൗണ്ടറി ബിലോ ഉണ്ട്. അപ്പോൾ നോക്കി, ഈ ഇൻ്റർവൽ എ ബിയിൽ ഏത് പോയിന്റ് എടുത്താലും ആ പോയിൻ്റ് വാല്യൂ സ്മോൾ എമ്മിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഓരോ സബ് ഇൻ്റർവെലുകളുടെ മിനിമം എടുത്താലും ഒക്കെ എന്ത് തന്നെയാണ്, നമ്മൾ ഓരോ സബ് ഇൻ്റർവൽസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുമ്പോൾ തിരിക്കുമല്ലോ, എം ഐസ് കണ്ടുപിടിക്കുമല്ലോ, സ്മോൾ എം ഐസ്. ഈച്ച് ആൻഡ് എവറി സ്മോൾ എം ഐ ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്, സ്മോൾ എം. സ്മോൾ എമ്മിനേക്കാൾ വലുതായിരിക്കും സ്മോൾ എം ഐ. സോ സ്മോൾ എം ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. Okay, similarly capital MIs will be less than or equal to capital. എല്ലാത്തിൻ്റെ മുകളിലത്തെ ബൗണ്ടാണ് ക്യാപിറ്റലുമായിട്ട് പറയുന്നത്. ബട്ട് സ്മോൾ എം എന്ന് പറഞ്ഞാൽ എല്ലാ ഈ ഇൻ്റർവൽ ഫംഗ്ഷനിൽ തന്നെ ലോവർ ബൗണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിൽ വയ്ക്കുക. സോ ലെറ്റ് സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം ബി ദ ബൗണ്ട്സ് ഓഫ്, സോ ലെറ്റ് സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം ബി ദ ബൗണ്ട്സ് ഓഫ് എഫ് ഇൻ എ ബി. Okay, therefore we will get m less than or equal to mi less than or equal to capital M I less than or equal to capital M. So now we multiply all these together. എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെൽറ്റ എക്സ് ഐ കോമൺ ആയിട്ടുള്ള ഡെൽറ്റ എക്സ് ഐ വെച്ച് എല്ലാ സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്കൊരു ഇനീക്വാളിറ്റി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സംഭവം കൊണ്ടുപോകുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സബ്മേഷൻ ചെയ്യുന്നു ഫ്രം ഐ ഈക്വൽ ടു 1 to n. സോ ദിസ് ഹാപ്പൻസ് വാട്ട്, ഇവിടെ ഐ വേരീസ് ഫ്രം 1 to n. സോ ഈ ലിറ്റിൽ എം ഐനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ വാട്ട് ഇസ് സിഗ്മ ഈക്വൽ ടു 1 to n ഡെൽറ്റ എക്സ് ഐ, x1 minus x0 plus x2 minus x1 plus x3 minus x2 എന്ന് വരുമ്പോൾ ഇടയിലെ ടേംസ് ഒക്കെ ക്യാൻസൽ ആയിപ്പോൾ കാണാൻ പറ്റും. ജസ്റ്റ് റൈറ്റ് ആൻഡ് സി. ഓക്കെ, സോ ലാസ്റ്റ് വിൽ ഗെറ്റ് xn minus x0. x എന്ന് പറഞ്ഞാൽ b ആണ്, x0 എന്ന് പറഞ്ഞാൽ a ആണ്. സോ b m ഇൻറ്റു b മൈനസ് a കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ഇവിടെ എടുത്തിട്ട് എഴുതിയേക്കുന്നത്. നോ വാട്ട് ഇസ് ദിസ് വൺ, ഇവിടെ നമുക്ക് എം ഐ പുറത്തെടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഐ വേരി ചെയ്യുമ്പോൾ എം ഐ വേരി ചെയ്യും. ദിസ് ഇസ് ദ ഡെഫിനേഷൻ ഓഫ് LPF. And this is the definition of less than or equal to UPF. Less than or equal to, here you can take capital M outside, capital M into B minus A. So for any partition, ഏതൊരു പാർട്ടീഷൻ പി എടുത്താലും ആ പാർട്ടീഷൻ ലോവർ സമ്മിനേക്കാൾ വലുതായിരിക്കും അപ്പർ സം. കാരണം ലോവർ സമ്മിൽ എടുക്കുന്നത് നമ്മൾ എന്താണ്, മിനിമം വാല്യൂ ആണ് ഓരോ സെഗ്മെൻറ്റിലും കൺസിഡർ ചെയ്യുന്ന ഹൈറ്റ് കിട്ടാനായിട്ട്. പക്ഷേ അപ്പർ സമ്മിൽ എടുക്കുമ്പോൾ ആ സെഗ്മെൻറ്റിലെ മാക്സിമം വാല്യൂ ആണ് അവിടെ ഹൈറ്റ് കിട്ടാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഏതൊരു പാർട്ടീഷൻ്റെ കറസ്പോണ്ടിങ് ലോവർ സമ്മും എപ്പോഴും ആ പാർട്ടീഷൻ്റെ കറസ്പോണ്ടിങ് അപ്പർ സമ്മിനേക്കാളും ചെറുതായിരിക്കും. ഈ ലോവർ സമ്മിനേക്കാളും ചെറുതായിരിക്കും ആര്, നമ്മുടെ എം ഇൻറ്റു ബി മൈനസ് എ എന്ന് പറഞ്ഞ ഈ ഒരു ക്വാണ്ടിറ്റി. ഇതുപോലത്തെ അപ്പർ സമ്മിനൊക്കെ വലുതായിരിക്കും ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ, ബിക്കോസ് ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എഫുകളുടെ ഏത് എഫിൻ്റെ വാല്യൂ എടുത്തതിനേക്കാളൊക്കെ വലുതാണ് ക്യാപിറ്റൽ എം. അതുപോലെ തന്നെ ഏത് സ്മോൾ എം ആയി എടുത്താലും അതിനേക്കാളൊക്കെ ചെറുതാണ് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ റിലേഷൻ കിട്ടുന്നത്. സോ കറസ്പോണ്ട് എനി പാർട്ടീഷൻ പി യു ഷുഡ് നോ ദിസ് റിസൾട്ട്. എം ഇൻറ്റു ബി മൈനസ് എ, സ്മോൾ എം ഇൻറ്റു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു LPF ലെസ് ദാൻ ഈക്വൽ ടു UPF ലെസ് ദാൻ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ. Okay, for every partition P of AB, so that LPF and UPF form a bounded set. So നമുക്ക് LPF ഉം UPF എന്തായി, എപ്പോഴും നമ്മുടെ ലോവർ സമ്മിൻ്റെ കളക്ഷൻ ഏതൊരു പാർട്ടീഷൻ എടുത്താലും എം ഇൻറ്റു സ്മോൾ എം ഇൻറ്റു ബി മൈനസ് എനേക്കാളും വലുതായിരിക്കും LPF ഫോർ എനി പാർട്ടീഷൻ പി. ഓക്കെ, അതുകൊണ്ട് ലോവർ സമ്മുകളുടെ കളക്ഷൻ എന്താണ്, ബൗണ്ടഡ് ബിലോ എന്ന് പറയാൻ പറ്റും. ഇതുപോലെ തന്നെ LPF ഏത് പാർട്ടീഷൻ എടുത്താലും ഇതിനേക്കാളൊക്കെ വലുതാണ് ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പറും LPFൻ്റെ ലോവർ ബൗണ്ടും ആണ് അപ്പർ ബൗണ്ട്. സോ LPF ക്യാൻ ബി ദ സെറ്റ് ഓഫ് LPF വേർ ദ കളക്ഷൻ എങ്ങനെ വ്യത്യാസം വരുന്നുണ്ടാവുക, പാർട്ടീഷൻ അനുസരിച്ച് ലോവർ സം മാറും. സോ ഏത് പാർട്ടീഷൻ എടുത്താലും ആ പാർട്ടീഷനുകളുടെ ലോവർ സമ്മുകളുടെ കളക്ഷൻ എടുക്കാം. അതിൻ്റെ ഒക്കെ ഒരു ലോവർ ബൗണ്ട് ആയിരിക്കും സ്മോൾ എം ഇൻറ്റു ബി മൈനസ് എ. അതുപോലെ അതിൻ്റെ ഒക്കെ അപ്പർ ബൗണ്ട് ആയിരിക്കും ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ. അതുകൊണ്ട് തന്നെ എന്ത് എക്സിസ്റ്റ് ചെയ്യും, ലോവർ സമ്മുകളൊക്കെ ബൗണ്ടഡ് എബവ് ആയിരുന്നു അതിന് സുപ്രീം എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ അപ്പർ സമ്മുകളൊക്കെ ബൗണ്ടഡ് ബിലോ ആണ് ഇവിടെ, കാരണം സ്മോൾ എം ഇൻറ്റു ബി മൈനസ് എ ലോവർ ബൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഫിമോ എക്സിസ്റ്റ് ചെയ്യും. കാരണം നമുക്കറിയാം ഒരു സെറ്റ് അപ്പർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, സുപ്രീം എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇതുപോലെ ഒരു സെറ്റിന് ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ഇൻഫിമോ അവിടെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ദാറ്റ് LPF ആൻഡ് UPF ഫോം എ ബൗണ്ടഡ് സെറ്റ്. അത് ലോവർ റീമാൻ ഇൻറ്റഗ്രൽ. എന്താണ് ലോവർ റീമാൻ ഇൻറ്റഗ്രൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ലോവർ റീമാൻ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലോവർ സം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ലോവർ സമ്മുകളുടെ സുപ്രീമം. ലോവർ സമ്മുകളുടെ സുപ്രീമത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദ ലോവർ റീമാൻ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓഫ് എഫ് ഓവർ ദ ഇൻറ്റർവൽ AB. നൗ ദിസ് ഇസ് ദ നൊട്ടേഷൻ. ഇൻറ്റഗ്രൽ ഓവർ എഫ് ഇട്ട് ഏത് ഇൻ്റർവെല്ലാണ് ഡിഫൈൻ ചെയ്യണമെന്നിട്ട്
ഈ എയുടെ ഇപ്പുറത്തൊരു വര വെച്ച് കൊടുക്കുക. ദിസ് ഇസ് ദ ലോവർ റീമാൻ ഇൻറ്റഗ്രൽ. ലോവർ അപ്പറാകുമ്പോൾ എന്ത് ചെയ്യും, ബിയുടെ സൈഡിൽ വര വെച്ച് കൊടുക്കും. ഇതാകുമ്പോൾ അപ്പർ റീമാൻ ഇൻറ്റഗ്രൽ. മുകളിൽ ഒരു വര വരച്ച അപ്പർ റീമാൻ ഇൻറ്റഗ്രൽ, താഴെ വരച്ച ലോവർ റീമാൻ ഇൻറ്റഗ്രൽ. അത്രയേ ഉള്ളൂ. ഓക്കെ. സോ ലോവർ റീമാൻ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇതാണ് എ ടു ബി ഇൻറ്റഗ്രൽ എഫ്. എയുടെ സൈഡിൽ താഴെയായിട്ട് ലോവർ ലിമിറ്റിൻ്റെ അവിടെ ഒരു ലൈൻ കൊടുക്കുക. അതെങ്ങനെയാണ്, ലോവർ സമ്മുകളുടെ സുപ്രീമം. ഓക്കെ. ദ അപ്പർ റീമാൻ ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓവർ എ ബി ഈസ് ഡിഫൈൻഡ് ആസ്, നമ്മൾ നേരത്തെ പറഞ്ഞത് തിരിച്ചാണ്, എ ടു ബി, ബിയുടെ സൈഡിൽ മുകളിലൊരു വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. സോ ഇൻറ്റഗ്രൽ എ ടു ബി എഫ്. അതെങ്ങനെയാണ്, അപ്പർ സമ്മുകളുടെ ഇൻഫിമം. സോ ദാറ്റ് ഈസ് infimum of UPF. Okay, fine. Infimum, where the infimum and supremum are taken over all partitions of AB. എവിടെ infimum supremum എടുക്കേണ്ടാവുക, പാർട്ടീഷൻസ് എടുത്ത് ആ പാർട്ടീഷൻ്റെ കറസ്പോണ്ടിങ് ലോവർ സമ്മുകൾ അപ്പർ സം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഇങ്ങനെ infimum supremum കണ്ടുപിടിക്കുന്നത്. ഇഫ് ഇൻ്റഗ്രൽ എ ടു ബി, അതായത് നമ്മുടെ അപ്പർ റീമാൻ ഇൻറ്റഗ്രൽ, ഇഫ് അപ്പർ റീമാൻ ഇൻറ്റഗ്രൽ ഇസ് ഈക്വൽ ടു ലോവർ റീമാൻ ഇൻറ്റഗ്രൽ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്ത് പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞത് ലോവർ സമ്മുകളുടെ സുപ്രീമവും അപ്പർ സമ്മുകളുടെ ഇൻഫിമവും സെയിം ആവുകയാണെങ്കിൽ നമ്മളെന്ത് പറഞ്ഞു, അത് നമ്മളെന്ത് വിളിക്കും, അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. കണ്ടോ, ദിസ് ഇസ് അവർ infimum of upper sums and this is our supremum of lower sums. If both these are same, then we say that f is Riemann integrable. Okay, then we say that f is Riemann integrable on AB and we write f belong to R. Notation ഒന്ന് പരിചയിക്കുക. f belong to R എന്ന് പറഞ്ഞാൽ that means f റിയൽ നമ്പർ ആണെന്നല്ല, f is a Riemann integrable function എന്നാണ് അർത്ഥം. R denotes set of all Riemann integral functions and the common value. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ലോവർ റീമാൻ ഇൻറ്റഗ്രലും അപ്പർ റീമാൻ ഇൻറ്റഗ്രലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ട് സെയിം ആണ്. നമ്മൾ എന്ത് വിളിച്ചു കഴിഞ്ഞാൽ റീമാൻ ഇൻറ്റഗ്രൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, നമ്മളിങ്ങനെ നൊട്ടേറ്റ് ചെയ്യും. ദ വാല്യൂ ഇസ് ബീങ് നൊട്ടേറ്റഡ് ആസ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ്. കോമൺ വാല്യൂ രണ്ട് സെയിം ആണെങ്കിൽ നമ്മളിതിനെ ഇങ്ങനെ എഴുതും. ഓക്കെ, അതിനൊരു കൗണ്ടർ എക്സാമ്പിൾ ആണ്. കൺസിഡർ ദ ഫംഗ്ഷൻ. ഇത് ഈ ഫംഗ്ഷൻ ഇത് എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീമാൻ ഇൻറ്റഗ്രബിൾ അല്ലാത്ത ഫംഗ്ഷനാണ് ഈ പറയാൻ പോണേ. സോ ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എ ഫംഗ്ഷൻ ദാറ്റ് ഇസ് നോട്ട് റീമാൻ ഇൻറ്റഗ്രബിൾ എന്ന് പറഞ്ഞാൽ യു ഷുഡ് ഗിവ് ദിസ് എക്സാമ്പിൾ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഇസ് റാഷണൽ ആൻഡ് 0 ഇഫ് എക്സ് ഇസ് ഇറാഷണൽ. എക്സ് റാഷണൽ പോയിൻറ്റ്സിലൊക്കെ 1 അറ്റൈൻ ചെയ്യുക, ഇറാഷണൽ പോയിൻറ്റ്സിലൊക്കെ 0 അറ്റൈൻ ചെയ്യുക. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തരുവാണ്. എക്സാമിൻ വെദർ ഇറ്റ് ഇസ് റീമാൻ ഇൻറ്റഗ്രബിൾ ഓർ എ ബി. സോ അതിൻ്റെ സാധ്യത ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ നമുക്ക് നോക്കേണ്ടത് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്നാണ്. അപ്പോൾ എന്ത് വേണം, ഇൻറ്റർവൽ എ ബി തന്നിട്ടുണ്ട്, എ ബി തന്ന ഒരു ഇൻറ്റർവൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പാർട്ടീഷൻ എടുക്കണം. സോ യു ടേക്ക് ഏതെങ്കിലും പാർട്ടീഷൻ എടുത്തോളം ഇൻറ്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ കൺസിഡർ ചെയ്തു. ഒരു ഇൻറ്റർവൽ എ ബി വരച്ചു, നമ്മൾ ഇതിനൊക്കെ പാർട്ടീഷൻ എടുത്തു. ഇനി ഫസ്റ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, അപ്പർ സം ലോവർ സം കണ്ടുപിടിക്കണം. ഈ പാർട്ടീഷനെ പി എന്ന് പേര് വിളിച്ചു കേട്ടോ. ഇത് നമുക്ക് എക്സ് നോട്ട് ആണ്, എക്സ് വൺ ആണ്, എക്സെട്ര. ഇത് എക്സ് എൻ ആണ്, ഇങ്ങനെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഫംഗ്ഷൻ ആയിട്ട് മിനിമം വാല്യൂ എന്താ, മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ലോവർ സം കാണാനാണ് കേട്ടോ. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ മിനിമം വാല്യൂ എന്താ, 0യും 1ഉം മാത്രം ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നുള്ളൂ. ഇത് ഈ റാഷണൽ പോയിൻറ്റും എല്ലാ സെഗ്മെൻറ്റിലും ഉണ്ടാവും. സോ ഫസ്റ്റ് സെഗ്മെൻറ്റിലെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 0 ആണ്. സെക്കൻഡ് സെഗ്മെൻറ്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ മിനിമം വാല്യൂ 0 ആണ്. തേർഡിൽ മിനിമം വാല്യൂ 0 ആണ്. ഫോർത്ത് മിനിമം വാല്യൂ 0 ആണ്. എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലൊക്കെ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഇനി നമ്മളിതിൻ്റെ റീമാൻ സം കണ്ടുപിടിച്ച് നമുക്ക് എന്താ വരണ്ടാവുക, 0 ഇൻറ്റു ലെങ്ത് ഓഫ് ഫസ്റ്റ് സെഗ്മെൻറ്റ്. ഇതില്ലേ നമുക്ക് എന്താ വേണ്ട, ലിറ്റിൽ എം ഐ ഇൻറ്റു x1 മൈനസ് x നോട്ട് അല്ലേ വേണ്ടേ, ലിറ്റിൽ m1 സ്മോൾ m1 ഇൻറ്റു x1 മൈനസ് x നോട്ട് സ്മോൾ m2 x2 മൈനസ് x1 അങ്ങനെ വേണ്ടിയിരുന്നത്. സോ 0 ഇൻറ്റു ഈ ലെങ്ത് വരും, ദാറ്റ് 0. അടുത്തതും 0 ഇൻറ്റു എല്ലാം 0 ഇൻറ്റു 0 ഇൻറ്റു 0 ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കിട്ടും, ലോവർ സം എന്താ 0 ആയിട്ട് പോകും. ഏതൊരു പാർട്ടീഷൻ എടുത്താലും ആ പാർട്ടീഷനൊക്കെ റെസ്പോണ്ടിങ് ലോവർ സം എന്ത് കിട്ടും, നമുക്ക് 0 ആയിട്ട് പോകും. വെറാസ് യു ടേക്ക് അപ്പർ സം എടുത്ത് നമുക്ക് എന്ത് കിട്ടും, എല്ലാ സെഗ്മെൻറ്റിലും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തുണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. സോ ഇത് എക്സ് നോട്ട് ആണ്, x1 x2 x3. അപ്പോൾ എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാത്തിലും എന്തുണ്ട്, റാഷണൽ പോയിൻറ്റ്സ് ഉണ്ട്. സോ ഈ പോയിൻറ്റിലൊക്കെ ഫംഗ്ഷൻ ആയിട്ട് ചെയ്യുന്ന മാക്സിമം വാല്യൂ എന്താണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ ഏരിയ എന്താ വരിക, ഫസ്റ്റ് സെഗ്മെൻറ്റിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ, 1 ഇൻറ്റു x1 മൈനസ് x നോട്ട്. അടുത്ത സെഗ്മെൻറ്റിൻ്റെ ഏരിയ എന്താ വരിക, അഗെയിൻ 1 ഇൻറ്റു, അവിടെയും എന്തുണ്ട്, റാഷണൽ പോയിൻറ്റ്സ് ഉണ്ട്. സോ 1 ഇൻറ്റു x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു x1 മൈനസ് x നോട്ട് പ്ലസ്
1 ഇൻറ്റു x2 മൈനസ് x1 പ്ലസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് 1 ഇൻറ്റു xn മൈനസ് 1 വരും. സോ നമുക്ക് ഇവിടെ x1 പ്ലസ് x1 ഉണ്ട്, ഇവിടെ മൈനസ് x1 ഉണ്ട്, അങ്ങനെ പോകണം. xn മൈനസ് 1 തൊട്ട് മുന്നത്തെ ടേമായിട്ട് ക്യാൻസൽ ആവും. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു xn മൈനസ് x0 എന്ന് കിട്ടും. 1 ഇൻറ്റു xn മൈനസ് x0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 ഇൻറ്റു b മൈനസ് c എന്ന് കിട്ടും. അപ്പോൾ ലോവർ ഒരു പാർട്ടീഷൻ എടുത്താൽ ആ പാർട്ടീഷനെ കറസ്പോണ്ട് ലോവർ സം 0, അപ്പർ സം എപ്പോഴും എന്താണ്? b മൈനസ് a ആണ്. ഏത് പാർട്ടീഷൻസാണ് ഇതന്നെ അവസ്ഥ. സോ ലോവർ സമ്മിൽ സുപ്രീം എന്താ? ലോവർ സമ്മൊക്കെ 0 ആണ്. സോ സുപ്രീം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പർ സം എപ്പോഴും എന്താണ്? b മൈനസ് a ആണ്. കോൺസ്റ്റൻ്റ്ലി b മൈനസ് a ആണ്. സോ അതിൻ്റെ ഇൻഫീം എന്തായിരിക്കും? b മൈനസ് a ആയിരിക്കും. സോ 1ഉം b മൈനസ് 0യും b മൈനസ് ഒരിക്കലും എന്താവില്ല? സെയിം ആവില്ല. ബിക്കോസ് b മൈനസ് a ഈസ് എൻ ലെങ്ത് ഓഫ് എൻ ഇൻ്റർവൽ ഇസ് ഓൾവേസ് പോസിറ്റീവ്. സോ അതുവരെ പറയുന്നത് നോക്കൂല. p ഈസ് ഈക്വൽ ബി എൻ ഇൻ്റർവൽ ബി എ പാർട്ടീഷൻ of AB, consider subinterval xi minus 1 xi, let capital Mi and small mi be the supreme and infimum of function in the subinterval. ഓക്കെ, അത് നേരത്തെ പറഞ്ഞ നൊട്ടേഷൻ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തുന്നു. ക്യാപിറ്റൽ എം ഐ എന്തായിരിക്കും? 1 ആയിരിക്കും. ബിക്കോസ് ഓരോ സബ് ഇൻ്റർവലിലെ മാക്സിമം വാല്യൂ 1 ആണ്. ലിറ്റിൽ എം ഐ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് കറസ്പോണ്ടിങ് സബ് ഇൻ്റർവലിൻ്റെ മിനിമം വാല്യൂ 0 ആണ്. 5 = 1 to n. അപ്പോൾ സ്മോൾ എം ഐ 0 എന്ന് മനസ്സിലായി. ക്യാപിറ്റൽ എം ഐ എന്ത് കിട്ടി? 1 ആണ് കിട്ടി. അപ്പർ സം എന്താ? യു പി എഫ് ആണ്. വാട്ട് ഇസ് യു പി എഫ്? സിഗ്മ = 1 to n ക്യാപിറ്റൽ എം ഐ ഡെൽറ്റ എക്സ് ഐ. നൗ യു ഷുഡ് ലേൺ ദിസ് ഫോർമുല. ഇത് നമുക്ക് അപ്പർ സം എന്ന് പറഞ്ഞാൽ യു ഷുഡ് നോ ദിസ് ഫോർമുല. യു പി എഫ് ഇസ് ഈക്വൽ ടു, ഞാൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കിത് പറയാൻ പറ്റണം. യു പി എഫ് എൽഫ് എന്ന് യു പി എഫ് എന്താ? സിഗ്മ = 1 to n എം ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. ബട്ട് ക്യാപിറ്റൽ എം ഐ എന്താണ്? 1 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഐ ഓർ ദിസ് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ. ബി മൈനസ് എ ആണ്. വാട്ട് ഇസ് ലോവർ സം? ലോവർ സം എൽ പി എഫ് ആണ്. ദാറ്റ് സിഗ്മ = 1 to n സ്മോൾ എം ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ആണ്. സ്മോൾ എം ഐ ഇപ്പം 0 ആയതാണ്. ദിസ് ഇസ് ഈക്വൽ ടു 0. സോ അപ്പർ ഇൻ്റഗ്രൽ, വാട്ട് ഇസ് അപ്പർ ഇൻ്റഗ്രൽ കണ്ട് നോക്കൂ. സി വാട്ട് യു ഗോട്ട്. അപ്പർ ഇൻ്റഗ്രൽ എന്താ? എ ടു ബി എഫ്. ബിയുടെ സൈറ്റിലാണ് വരാം. സോ അത് അപ്പർ സമ്മുകളുടെ ഇൻഫീമത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ ഇൻഫീമം ഓഫ് യു പി എഫ് എല്ലാ ഫോർ എനി പാർട്ടീഷൻ പേ ഇത് എല്ലാ പാർട്ടീഷനും ബി മൈനസ് എ ആണ്. ഇതൊരു കോൺസ്റ്റൻറ്റ് ബി മൈനസ് എ ബി ഏത് പാർട്ടീഷനും ബി മൈനസ് എ കിട്ടും. സോ പാർട്ടീഷനുകളുടെ ഒക്കെ ഇൻഫീം എടുത്താലും ബി മൈനസ് തന്നെ വരാൻ പാടുള്ളൂ. ഓക്കെ, സോ ബി മൈനസ് എ കിട്ടി. സോ ലോവർ ഇൻ്റഗ്രൽ എന്ത് കിട്ടുന്നതുപോലെ തന്നെ സുപ്രീം ഓഫ് എൽ പി എഫ് ആണ്. എല്ലാം 0 ആണ്. സോ സുപ്രീം എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമ്മുടെ എന്താ ഇവിടെ പ്രശ്നം എന്താ? നമ്മുടെ ലോവർ റീമാൻ ഇൻ്റഗ്രലും അപ്പർ റീമാൻ ഇൻ്റഗ്രലും എന്തല്ല? സെയിം അല്ല. അതോടെ ഈ ഫംഗ്ഷൻ എന്തല്ല? റീമാൻ ഇൻ്റഗ്രബിൾ അല്ല. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. റീമാൻ സ്റ്റിൽജിസ് ഇൻ്റഗ്രൽ എന്താണ്? റീമാൻ സ്റ്റിൽജിസ് ഇൻ്റഗ്രൽ നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷൻ കൂടെ വരും. നമുക്ക് 3 ആക്സസ് വരും. നേരത്തെ നമുക്ക് 2 ആക്സസേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എക്സ് ആക്സിസ് ഉണ്ടായിരുന്നു, ഒരു വൈ ആക്സിസ് ഉണ്ടായിരുന്നു. ഇനി നമുക്കൊരു സെഡ് ആക്സിസ് കൂടെ വരും. സോ ദിസ് ഇസ് അവർ എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. ഏർലിയർ വി ഹാഡ് എൻ ഇൻ്റർവൽ എ ബി ഹിയർ. ക്ലോസ് ഇൻ്റർവൽ ആയിരുന്നു. ആ ഇൻ്റർവൽ ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഈ വൈ ആക്സിസിൽ എക്സ് വൈ ആക്സിസിൽ നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഒരു പുതിയൊരാൾ വരാൻ പോകുന്നത് ആൽഫ എന്ന പേരുള്ള ഒരു മോണോട്ടോണിക് ഫംഗ്ഷനാണ്. ആൽഫ എ ബിയിൽ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നതും. അത് കിടക്കുന്നത് സെഡ് ആക്സിലായിരിക്കും. സോ സെഡ് ആക്സിൽ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ സെഡിൻ്റെ വാല്യൂ വലുതായി. ഇങ്ങനെ ഒരു സെഡിൻ്റെ വാല്യൂ വലുതാവണേ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടോ ഫംഗ്ഷൻ്റെ വാല്യൂ വലുതായി വരുന്നു. സോ മോണോട്ടോണിക് ഫംഗ്ഷനാണ് വരുന്നുണ്ടാവുക. ഇത് ഞാൻ പറഞ്ഞ ഓർക്കുക. നമ്മളെന്താ ചെയ്ത് ഈ സെഡിൽ ഈ കാണുന്ന ലൈനിലൂടെ ഒരു മതിൽ മുകളിലേക്ക് കെട്ടിപ്പൊക്കുക. എന്നിട്ട് എഫ് എന്നുള്ള ഫംഗ്ഷൻ ഒരു ഫാൻ പോലെ ഇങ്ങോട്ട് സൈഡിലേക്ക് എന്ത് ചെയ്യണം? വീശണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഷേപ്പിൽ നമുക്കൊരു മതിൽ പോലെ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഈ മതിലിനെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ ഒരു ഷെയ്ഡ് കിട്ടും. ഇങ്ങനെയൊരു ഷേപ്പ്. ഇതിൻ്റെ പ്രൊജക്ഷൻ എവിടെ കിട്ടും? ഈ സെഡ് വൈ പ്ലെയിനിൽ കിട്ടും. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിൻ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് ഇവിടെ എന്തുണ്ടാവും? ഇപ്പോൾ പ്രൊജക്ഷൻ വന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് ഈ പോയിൻ്റ് എന്താണ്? ഇത് എ ആയിരുന്നു. ഈ പോയിൻ്റ് എന്താ? ആൽഫ എന്നുള്ള ഫംഗ്ഷനാണ്. സോ ഈ പോയിൻ്റ് ആൽഫ ഓഫ് എ ആണ്. ഈ പോയിൻ്റ് എന്തായിരിക്കും? ആൽഫ ഓഫ് ബി ആയിരിക്കും. ഇനി നമ്മൾ പാർട്ടീഷൻ ചെയ്യാൻ പോകുന്നത് എന്താ? നമ്മൾ ഈ എ ബിനെ പാർട്ടീഷൻ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പാർട്ടീഷൻ പോയിൻ്റ് കറസ്പോണ്ടിങ് ഇവിടെയും എന്തായി മാറിക്കൊള്ളുന്നത്? പാർട്ടീഷനായി പൊക്കുള്ളൂ. സോ ഇവിടെ ഓരോ പാർട്ടീഷൻ കറസ്പോണ്ടിങ് ഇവിടെയും പാർട്ടീഷൻ കിട്ടും. ഇവിടത്തെ എന്ത് ചെയ്യും? നമ്മൾ റീമാൻ സം കണ്ടുപിടിക്കും. ഓക്കെ, അപ്പർ സം ലോവർ സം കണ്ടുപിടിച്ചിട്ട് ബാക്കിയെല്ലാം അതുപോലെ തന്നെ. സോ ദിസ് ഇസ് ദ കൺസെപ്റ്റ്. ഫൈൻ. ഓക്കെ, ഇവിടെ ഇതുപോലെ തന്നെ ലോവർ സ്റ്റിൽജിസ് ഇൻ്റഗ്രലും അപ്പർ റീമാൻ സ്റ്റിൽജിസ് ഇൻ്റഗ്രലും ഡിഫൈൻ ചെയ്യും. രണ്ടും സെയിം ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? റീമാൻ സ്റ്റിൽജിസ് ഇൻ്റഗ്രബിൾ ആണ്. അല്ലെങ്കിൽ ഫംഗ്ഷൻ റീമാൻ സ്റ്റിൽജിസ് ഇൻ്റഗ്രബിൾ അല്ല. ഇത് തന്നെ, ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, ഫൈൻ. സോ ആൽഫ ബി എ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. എ ബി മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,
alpha is monotonically increasing. Very important. Then alpha of A is less than or equal to alpha x less than or equal to alpha of b for every x belonging to closed interval AB. That is, now alpha is a bounded function on AB. Let f be another real valued function. Now let f be another real valued function on AB. നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് എഫ് ക്യാൻ ബി എനി ഫംഗ്ഷൻ. എഫിന് ഒരു ബുദ്ധിമുട്ടുമില്ല. സോ എഫ് എ ബിയിലെ ഒരു ഫംഗ്ഷനാണ്. അതെവിടെയാണ് എക്സ് വൈ പ്ലെയിനിൽ വരയ്ക്കുന്നത് എക്സ്. പക്ഷേ ആൽഫ ഷുഡ് ബി മോണോട്ടോണിക്കലി ഇൻക്രീസിങ്, സംശയമില്ല. Now P is a partition of AB. P ഒരു AB യുടെ പാർട്ടീഷനാണ്. ഓക്കെ. Now we write delta alpha I. നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ റീമാൻഡേഷൻ നടത്തുന്നത് എവിടെയാണ്? സെഡ് വൈ പ്ലെയിനിലാണ്. അപ്പോൾ ഇവിടുത്തെ പാർട്ടീഷൻ ശരിക്കും എവിടെയാണ്? ആൽഫ ഓഫ് എ മുതൽ ആൽഫ ഓഫ് ബി വരെയുള്ള ആ ലൈൻ സെഗ്മെൻറ്റ് പാർട്ടീഷൻ ചെയ്യണേ. അതുകൊണ്ടാണ് ഡെൽറ്റ ആൽഫ ഐ എഴുതുന്നത്. നേരത്തെ ഡെൽറ്റ എക്സ് ഐ എഴുതിയിട്ട് ഡെൽറ്റ ആൽഫ എഴുതും. സോ വി റൈറ്റ് ഡെൽറ്റ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് 1. എക്സ് ഐ മൈനസ് 1, എക്സ് ഐ എന്ന് പറഞ്ഞുള്ള ഇൻ്റർവെലിൻ്റെ കറസ്പോണ്ടിങ് ആൽഫയിൽ ഇമേജ്, അതാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇൻക്രീസിങ് ആയതുകൊണ്ട് എക്സ് ഐ മൈനസ് 1 ശേഷമാണ് എക്സ് ഐ വരുന്നത്. സോ ആൽഫ മോണോട്ടോണിക് ഇൻക്രീസിങ് ആകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും അല്ലേ? സാധാരണ പാർട്ടീഷനിൽ എക്സ് ഐ മൈനസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയാൻ തന്നെ വേണ്ട, ഈസ് ലെസ് ദാൻ എക്സ് ഐ. സിൻസ് ആൽഫ ഈസ് ഇൻക്രീസിങ്, ആൽഫ മോണോട്ടോണിക് ഇൻക്രീസിങ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? Alpha of xi minus 1 will be less than alpha of xi. Therefore, alpha of xi minus alpha of x of I minus 1 will be always greater than or equal to 0. Greater than 0 equal to അല്ല, greater than 0 ആയിരിക്കും. Okay, so delta, that means delta alpha I. So ഞാൻ പറഞ്ഞു വന്നത് ഡെൽറ്റ ആൽഫ ഐ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്തായിരിക്കും? അതെപ്പോഴും delta alpha I will be always greater than 0. Okay, നമുക്ക് നേരത്തെ earlier we had delta xi greater than 0. So here delta alpha is 0 ആയിരിക്കും. Now define upper sum corresponding to the partition P as UPF alpha. നേരത്തെ UPF എന്ന് വിളിച്ചിരുന്ന റീമാൻ ഇൻ്റഗ്രലിന് ഇവിടെ UPF. ആ രണ്ട് ഫംഗ്ഷൻ ഉള്ളതാണ് എഫും ആൽഫയുണ്ട്. സോ UPF ആൽഫ. UPF ആൽഫ എന്താ നേരത്തെ പറഞ്ഞത്? സിഗ്മ ഈക്വൽ ടു 1 to n capital M I into delta alpha I, and lower sum is defined as LPF alpha. That is sigma equal to 1 to n small m I into delta alpha I. Okay, ഒരു ക്യാപിറ്റൽ എം ഐ എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈറ്റിനൊന്നും വ്യത്യാസമില്ല, സെയിം എഫിലെ ഹൈറ്റ് തന്നെയാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. നമ്മൾ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഫാനായി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് അതേ ഹൈറ്റിനെ ഇവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. So capital M I is supreme of f of x, where x varies between capital X I minus 1 comma x I, and small m I is equal to infimum of f of x, where x varies between x I minus 1 comma x I. Now define upper integral as നേരത്തെ അതേ ഡെഫിനിഷൻ കേട്ടോ. നേരത്തെ a to b f എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഹിയർ വി ഹാവ് a to b f d alpha. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു പുട്ട് ദിസ് ഡി ആൽഫ. രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ആ രണ്ടിൻ്റെയും അവിടെ നൊട്ടേഷൻസ് വരും. സേ ടു ബി ഇതിവിടെ എന്താ? അപ്പർ റീമാൻ ഇൻ്റഗ്രലാണ്. അപ്പർ ഇൻ്റഗ്രൽ റീമാൻ സ്റ്റിൽസ് ഇൻ്റഗ്രലിൻ്റെ അപ്പർ റീമാൻ സ്റ്റിൽസ് ഇൻ്റഗ്രലാണ് എന്ത്? a to b f d alpha. that is what അപ്പർ സമ്മുകളുടെയൊക്കെ ഇൻഫിമം ഓഫ് UPF ആൽഫാസ്. ആൻഡ് ലോവർ ഇൻ്റഗ്രൽ ഇസ് ഡിഫൈൻഡ് ആസ് a to b. കണ്ടോ, എയുടെ അടുത്താണ് നമ്മളൊരു ബാർ കൊടുത്തിരിക്കുന്നത്. a to b f d alpha. that is supreme of lower sums. so d alpha ഇടാൻ മറക്കരുത്. ഇവിടെ ഇൻഫിമം ആൻഡ് സുപ്രീമം ആർ ടേക്കൺ ഓവർ ഓൾ പാർട്ടീഷൻസ് ഓഫ് AB. അവിടെയും എ ബിനെ തന്നെ പാർട്ടീഷൻ ചെയ്യണേ. എ ബിനെ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ആൽഫ എന്നുള്ള ഫംഗ്ഷൻ മോണോട്ടോണിക് ഇൻക്രീസിങ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആൽഫ ഓഫ് എ ആൽഫ ഓഫ് ബി വരെയുള്ള ഭാഗങ്ങളും ഓട്ടോമാറ്റിക്കലി എന്തായാലും പാർട്ടീഷൻ ചെയ്ത് കൊടുക്കും. Now if both this upper integral and lower integral are same, so if a to b f d alpha, that is our upper Riemann integral is equal to lower Riemann integral, then we say that f is integrable. We say that f is integrable. അവിടെ ഓവർ ഇൻ്റർവൽ എ ബി എന്ന് പറഞ്ഞേ, ഇവിടെ പറയുമ്പോൾ f is integrable with respect to ആൽഫ. ആൽഫയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ആൽഫ ഫിക്സ്ഡ് ആണ്, എഫ് ആണ് നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. സോ എഫ് ഇസ് ഇൻ്റഗ്രബിൾ ഓവർ ആൽഫ ഇൻ ദ റീമാൻ സെൻസ്, ആൻഡ് വി റൈറ്റ് എഫ് ബിലോങ് ടു ആർ ഓഫ് ആൽഫ. നേരത്തെ നൊട്ടേഷൻ എഫ് ബിലോങ് ടു ആർന്ന് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ റീമാൻ സീരീസ് ആകുമ്പോൾ എഫ് ബിലോങ് ടു ആർ ഓഫ് ആൽഫ എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, സോ വി നോട്ട് ദ കോമൺ വാല്യൂ ഓഫ് എ ടു ബി. കോമൺ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? എ ടു ബി എഫ് ഡി ആൽഫ ബാർ എയിലും ബിയിലും ഇടില്ല, ഓർ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി ആൽഫ ഓഫ് എക്സ് നേടും. ഓക്കെ, ഇനി പറയാണ്, സപ്പോസ് യു ചൂസ്, നമ്മൾ ഈ പറഞ്ഞ ഡെഫിനേഷനിൽ ചൂസ് ദ മോണോട്ടോണിക്കൽ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആൽഫ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പർ സം എന്ത് വരും? സി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ആൽഫ എന്താവും? ഡെൽറ്റ ആൽഫ എക്സ് ഐ മൈനസ് ആൽഫ എക്സ് ഐ മൈനസ് 1 ആണ്. ബട്ട് ആൽഫ എക്സ് ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ.
ഡെൽറ്റ എക്സ് ഐ ആയി മാറും. സോ ഡെൽറ്റ ആൽഫ ഐ ഡെൽറ്റ എക്സ് ഐ ആവും. അങ്ങനെയാകുമ്പോൾ യു പി എഫ് ആൽഫ യു പി എഫ് ആവും. കണ്ടോ, യു പി എഫ് ആൽഫ എന്താ എം ഐ ഡെൽറ്റ ആൽഫ, അതെന്തായി മാറി ഡെൽറ്റ എക്സ് ഐ, അത് എ പി എഫ് ആൽഫ ആയി മാറി. സിമിലർലി എൽ പി എഫ് ആൽഫ എന്താവും എൽ പി എഫ് ആയി മാറും. സോ റീമാൻ ഇൻറ്റഗ്രലാവും. റീമാൻ അതായത് റീമാൻ സെൽഷ്യസ് ഇൻറ്റഗ്രലിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ആര് റീമാൻ ഇൻറ്റഗ്രൽ. സോ ഹെൻസ് റീമാൻ ഇൻറ്റഗ്രൽ ഇസ് എ സ്പെഷ്യൽ കേസ് ഓഫ് സെൽഷ്യസ് ഇൻറ്റഗ്രൽ. എന്താണ് സ്പെഷ്യൽ കേസ്? ആൽഫ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ദിസ് ഇസ് എ സ്പെഷ്യൽ കേസ്. ഓക്കെ. സോ ഡെഫിനിഷൻ 6.3 റിഫൈൻമെൻറ്റ് ഓഫ് എ പാർട്ടീഷൻ. എന്താണ് ഒരു പാർട്ടീഷൻ്റെ റിഫൈൻമെൻറ്റ്? നമ്മൾ ഓൾറെഡി സപ്പോസ് വി ഹാവ് എ പാർട്ടീഷൻ. സിമ്പിൾ എക്സാമ്പിളാണ് കേട്ടോ. യു ടേക്ക് എ പാർട്ടീഷൻ ഓഫ് എ ബി. ഒരു എ ബി എന്നൊരു ഇൻ്റർവൽ ഉണ്ട്. സോ യു ഹാവ് മൊത്തം 4 പാർട്ടീഷൻ പോയിൻറ്റ്സ് ഉണ്ട്. എ ഈസ് ഈക്വൽ ടു x0 ഉണ്ട്, x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്. നമ്മളിത് സോ ദിസ് ഇസ് അവർ പാർട്ടീഷൻ പി. നമുക്ക് കൺസിഡർ അനദർ സെയിം ഇൻ്റർവൽ എ ബി കൺസിഡർ ചെയ്തു. സോ ദിസ് ഇസ് അവർ x0 ആൻഡ് ദിസ് ഇസ് അവർ ഓക്കെ. നമ്മളിത് ഇവിടെ x1 ഉണ്ട്, x2 ഉണ്ട്, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ കേട്ടോ, സെയിം പോയിൻറ്റ്സ് തന്നെ. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. കുറച്ച് പോയിൻറ്റ്സ് ഇട്ടാൽ യുൽ ഫീൽ ഗുഡ്. സോ 1 to 4 കൺസിഡർ ചെയ്യുക. 1 ഇത് 2 ഇത് 3. അപ്പോൾ നമുക്ക് മൊത്തം എന്തുണ്ട്? x0 is equal to 1 ഉണ്ട്, x1 x2 x3 is equal to എന്തുണ്ട്? 4 ഉണ്ട്. അഗെയിൻ ഐ എം ടേക്കിംഗ് ദ സെയിം ഇൻറ്റർവൽ 1 4. സോ 2ഉം 3ഉം ഉണ്ട്. ഇത് കൂടാതെ ഐ എം ഗിവിങ് വൺ മോർ പോയിൻ്റ് ഇൻ ബിറ്റ്വീൻ. സോ 1 ഉണ്ട്, ഇത് 2 ഉണ്ട്, ഇത് 3 ഉണ്ട്, 4 ഉണ്ട്. സോ ഇത് 2.5. ഓക്കെ. സോ ഒരു അഡീഷണൽ പോയിൻ്റ് കൊടുക്കുക. സപ്പോസ് ഇതിനെ നമ്മൾ പി എന്ന് വിളിക്കാം ഫസ്റ്റ് പാർട്ടീഷനെ. ദിസ് ഇസ് പാർട്ടീഷൻ പി. ലെറ്റ് ദിസ് ബി പാർട്ടീഷൻ P1. എന്തായാലും ഈ രണ്ട് സെയിം അല്ല, കാരണം ഒരു പോയിൻ്റ് ഇവിടെ എക്സ്ട്രാ അധികം ഉണ്ടല്ലോ. ഈ കേസിൽ നമ്മൾ പറയും P1 ഇസ് റിഫൈൻമെൻറ്റ് ഓഫ് പി എന്ന് പറയും. സോ P1 റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ പിയിലുള്ള എല്ലാ പോയിൻറ്റ്സും P1 ഉണ്ടാവണം. പിയിലുള്ളതിനേക്കാൾ കൂടുതൽ പോയിൻറ്റ്സ് P1 ഉണ്ടാവണം. ഒരു പോയിൻ്റെങ്കിലും അധികം ഉണ്ടാവണം. സോ വിൽ കോൾ P1 ആസ് എ റിഫൈൻമെൻറ്റ്. നമുക്ക് മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പാർട്ടീഷൻ റിഫൈൻഡ് ആവും തോറും എന്ത് സംഭവിക്കും? അപ്പർ സമ്മും ലോവർ സമ്മും നമ്മുടെ ആക്ച്വൽ ഏരിയയ്ക്ക് അടുത്തടുത്ത് വരും. അപ്പോൾ പി ഒരു പാർട്ടീഷനാണ്. പി പാർട്ടീഷനാണെങ്കിൽ പിയുടെ കറസ്പോണ്ടിങ് അപ്പർ സം കൺസിഡർ ചെയ്യുക. ഓക്കെ. ഇനി പിയുടെ റിഫൈൻമെൻറ്റ് P1 എടുക്കുക. P1ൻ്റെ കറസ്പോണ്ടിങ് അപ്പർ സം കൺസിഡർ ചെയ്യുക. ഏതായിരിക്കും വലുത്? അപ്പർ സം എന്ന് പറഞ്ഞാൽ അപ്പർ സം ചെറുതായി വരിക. അതിൽ നമുക്ക് വേണ്ടാത്ത ഏരിയ കളഞ്ഞ് പോകാൻ നമ്മൾ ചെയ്യുക. അന്ന് ക്ലാസ്സിൽ പറഞ്ഞൊക്കെ ഓർമ്മയിലുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. സോ പി ഒരു പാർട്ടീഷൻ നമ്മൾ സാധാരണ P* എന്നാണ് പാർട്ടീഷൻ വിളിക്കുക. സോ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അനാവശ്യമായ ഏരിയ കളയും. സോ ഒരു പാർട്ടീഷൻ പി എടുത്തു ആൻഡ് റിഫൈൻമെൻറ്റ് P* എടുത്തു. പിയുടെ അപ്പർ സം കൺസിഡർ ചെയ്തു, P*ൻ്റെ അപ്പർ സം കൺസിഡർ ചെയ്തു. ഏതായിരിക്കും വലുത്? പിയുടെ അപ്പർ സം ആയിരിക്കും. അതിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള ഏരിയ കളഞ്ഞ് കുറച്ചുകൂടെ വൃത്തിയാവും, റിഫൈൻഡ് ആവും P*ൻ്റെ കറസ്പോണ്ടിങ് അപ്പർ സം. ഇത് ലോവർ സം ആണെങ്കിലോ പിയുടെ കറസ്പോണ്ടിങ് ലോവർ സം കൂടി പോയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആക്ച്വൽ ഏരിയയിലേക്ക് എത്തുള്ളൂ. സോ അവിടെ കൂടുകയാണ് ചെയ്യുക റിഫൈൻഡ് ആവുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ പി ഒരു പാർട്ടീഷൻ എടുക്കുക, പിയുടെ കറസ്പോണ്ടിങ് ലോവർ സം എടുത്തു, പിയുടെ റിഫൈൻമെൻറ്റ് P* എടുത്തു, P*ൻ്റെ ലോവർ സം എടുത്തു. ഏതായിരിക്കും വലുത്? ഉറപ്പായിട്ടും P*ൻ്റെയാണ്. കാരണം ലോവർ സം പാർട്ടീഷൻ റിഫൈൻമെൻറ്റ് ചെയ്യുന്നതോറും കൂടി പോയി സുപ്രീമാണ് നമ്മൾ എടുത്തിട്ടുണ്ടാവുക. സോ കൂടി പോവുക ചെയ്യുക. ഓക്കെ. സോ P* എടുത്താൽ P*ൻ്റെ കറസ്പോണ്ടിങ് ലോവർ സം വലുതാവും. പക്ഷെ എന്നാൽ അപ്പർ സം P*ൻ്റെ കറസ്പോണ്ടിങ് അപ്പർ സം ചെറുതാവും. ഓക്കെ. സോ ഒന്നുകൂടെ ആദ്യം മുതലെല്ലാം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ്. So partition P* of AB is a refinement of another partition of AB, another partition P of AB. അപ്പോൾ P ഒരു പാർട്ടീഷൻ ഉണ്ടെങ്കിൽ പിയിലുള്ള പോയിൻറ്റ്സ് എല്ലാം വെച്ചുകൊണ്ട് എക്സ്ട്രാ പോയിൻറ്റ്സ് ആഡ് ചെയ്യുമ്പോഴാണ് അത് റിഫൈൻമെൻറ്റായി മാറുണ്ടാവുക. സോ അത് നമ്മൾ എന്ത് വിളിക്കുക? P* Pനെ കണ്ടെയ്ൻ ചെയ്യണം. പി എന്നുള്ള പാർട്ടീഷനിലെ എല്ലാ പോയിൻറ്റ്സും P* ഉണ്ടാവണം, അഡീഷണലിയും കാണണം. എന്ന് പറഞ്ഞാൽ P* ഷുഡ് കണ്ടെയ്ൻ P. കൺസിഡർ എക്സാമ്പിൾ ഇൻ്റർവൽ 1 4 കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ. സോ 1 2 3 4 മറ്റേ P* നോക്കൂ. 1 1.5 2 2.5 3 4 ഉണ്ട്. 1 2 3 4 P* ഉണ്ട്. ഇതിൽ എക്സ്ട്രാ 2 പോയിൻറ്റ്സ് 1.5 ഉണ്ട്, 2.5 ഉണ്ട്. സോ ദേ ആർ 2 പാർട്ടീഷൻസ് ഓഫ് 1 4ൻ്റെ പാർട്ടീഷൻസ് ആണ്. പക്ഷേ P* എന്താണ്? Pനെ കണ്ടെയ്ൻ ചെയ്യും. സോ P* ഇസ് എ റിഫൈൻമെൻറ്റ് ഓഫ് P. കോമൺ റിഫൈൻമെൻറ്റ് ഓഫ് 2 പാർട്ടീഷൻ. സപ്പോസ് നമുക്ക് 2 പാർട്ടീഷൻ P1 P2 ഉണ്ട് വിചാരിക്കാം. നമ്മൾ എങ്ങനെയാണ് അവരുടെ കോമൺ പാർട്ടീഷൻ എടുക്കേണ്ടാവുക എന്ന് അറിയിച്ച് നോക്കുക. എങ്ങനെ ചെയ്യാമെന്ന്. സപ്പോസ് വി ഹാവ് എൻ ഇൻ്റർവൽ 0 to 2. ഇൻ്റർവെല്ലിൽ ഒരു പാർട്ടീഷനാണ് 0 1 2 3 പോയിൻറ്റ്സ് ഉണ്ട്. സപ്പോസ് വി ഹാവ് അനദർ ഇൻ്റർവൽ. വീണ്ടും 0 2 എന്നുള്ള ഇൻ്റർവൽ എടുത്തു.
ഇവിടെ നമ്മൾ വീണ്ടും ഒക്കെ പാർട്ടീഷൻ ഉണ്ട്, 1 ഉണ്ട്, ഇവിടെ 1.5 ഉണ്ട്. ഇത് രണ്ടും 0-2 എന്നുള്ള ഇൻ്റർവെലിൻ്റെ പാർട്ടീഷനാണ് അല്ലേ. ഈ രണ്ടും 0-2ൻ്റെ പാർട്ടീഷനാണ്. ഇതിൻ്റെ രണ്ടും കോമൺ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ടേക്ക് ദി യൂണിയൻ പിയും P1ഉം P2 ആണെങ്കിൽ P1 യൂണിയൻ P2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിൻറ്റ്സ് ഒരുമിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ 0-2ൽ ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 1.5 ഉണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്തു? പാർട്ടീഷൻ എടുത്തു. സപ്പോസ് നമുക്കിവിടെ ഒരു 0.5 ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഇത് പക്ഷേ ഇപ്പോൾ എന്താ P2 P1ൻ്റെ റിഫൈൻമെൻ്റ് അല്ല, കാരണം P1ൽ 0.5 ഉണ്ട്, പക്ഷേ P2ൽ 0.5 ഇല്ല. അതുകൊണ്ട് P2 P1ൻ്റെ റിഫൈൻമെൻറ്റ് അല്ല, തിരിച്ചുമല്ല. പക്ഷെ നമുക്ക് P1 യൂണിയൻ P2 എന്ന് പറഞ്ഞാൽ ഇവിടെ 0.5 വന്നു, 0.5 വന്നു, 1 വന്നു, 2 വന്നു, 1 വന്നു, 1.5 വന്നു, 2 വന്നു എന്ന് പറഞ്ഞാൽ P1ലെ പോയിൻറ്റ്സ് എല്ലാം ഉണ്ട്, P1 യൂണിയൻ P2ലുണ്ട്. P2ലെ പോയിൻറ്റ്സും എല്ലാം P1 യൂണിയൻ P2ലുണ്ട് എന്ന് പറഞ്ഞാൽ P1 യൂണിയൻ P2 എന്താണ്? ഇറ്റ് ഈസ് എ റിഫൈൻമെൻറ്റ് ഓഫ് ബോത്ത് P1 ആൻഡ് P2. സോ രണ്ടിനും കോമൺ റിഫൈൻമെൻറ്റ് ഒക്കെ എന്ത് ചെയ്താൽ മതി? ഇട്ട് ഇത് യൂണിയൻ. ഓക്കെ, അടുത്ത തീർന്ന് നോക്കൂ. P സ്റ്റാർ ഇസ് എ റിഫൈൻമെൻറ്റ് ഓഫ് P. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിഫൈൻഡ് ആവാന്ന് പറഞ്ഞാൽ ആക്ച്വലിക്ക് അടുത്തടുത്ത് പോവുക. സോ ലോവർ സം ആണ് എടുക്കുന്നതെങ്കിൽ ലോവർ സം എപ്പോഴും എന്ത് ചെയ്യണം? കൂടി വരണം. സോ റിഫൈൻഡ് ആവാന്ന് വെച്ചാൽ P സ്റ്റാർ Pയുടെ റിഫൈൻമെൻറ്റ് ആണെങ്കിൽ LP സ്റ്റാർ F ആൽഫ ഉറപ്പായിട്ടും LP F ആൽഫിനേക്കാളും കൂടും. ബിക്കോസ് കൂടി പോകണം. ലോവർ സമ്മ് കൂടിയാണ് എന്ത് ചെയ്യാറ്റുള്ളൂ? ആക്ച്വലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പർ സം ആണെങ്കിലോ കുറഞ്ഞു വരണം. സോ P സ്റ്റാർ കറസ്പോണ്ടിങ് അപ്പർ സം വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു UP F ആൽഫ. സോ റിഫൈനിങ് എ പാർട്ടീഷൻ ഇൻക്രീസസ് ലോവർ സംസ് ആൻഡ് ഡിക്രീസസ് ദി അപ്പർ സംസ്. അതിൻ്റെ പ്രൂഫും വളരെ എളുപ്പമാണ്. സോ ലെറ്റ് P ബി ദ പാർട്ടീഷൻ. പാർട്ടീഷൻ കൺസിഡർ ചെയ്യുക. സോ പാർട്ടീഷൻ പോയിൻറ്റ്സ് കൺസിഡർ ചെയ്തു. P സ്റ്റാർ Pയുടെ റിഫൈൻമെൻറ്റ് ആണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റെങ്കിലും എന്തുണ്ടാവും? ഒരു പാർട്ടീഷൻ പോയിൻ്റ് ഒരെണ്ണമെങ്കിൽ എക്സ്ട്രാ അധികം ഉണ്ടാവണം. സോ ഫോർ സപ്പോസ് ദാറ്റ് P സ്റ്റാർ കണ്ടെയ്ൻസ് ജസ്റ്റ് 1 പോയിൻറ്റ് മോർ ദാൻ P. P1ലേക്കാൾ ഒരു പോയിൻറ്റ് കൂടുതലുണ്ടെന്ന് വിചാരിക്കുക. ആ പോയിൻറ്റ് X സ്റ്റാർ ആണെന്ന് വിചാരിക്കുക. സോ സപ്പോസ് P സ്റ്റാർ കണ്ടെയ്ൻ ജസ്റ്റ് 1 പോയിൻറ്റ് മോർ ദാൻ P. Pനേക്കാൾ ഒരു പോയിൻറ്റ് അധികം ഉണ്ടെന്ന് വിചാരിച്ചു. ആ ഒരു പോയിൻറ്റ് നമ്മൾ എന്ത് ചെയ്തു? X സ്റ്റാർ എന്ന് തൊട്ട്. ഈ X സ്റ്റാർ നമുക്ക് എവിടെ മാർക്ക് ചെയ്യണം? പാർട്ടീഷൻ പോയിൻറ്റ്സ് ആണ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന പോയിൻ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ith സബ് ഇൻ്റർവെലിൻ്റെ ഇടയിലുള്ള ഇതിൻ്റെ ഇടയിലൊരു പോയിൻ്റാണ് X സ്റ്റാർ എന്ന് വിചാരിക്കുക. നമ്മൾ XI മൈനസ് X സ്റ്റാർ XI എന്ന് പറഞ്ഞാൽ. ഓക്കെ, അവർ നോക്കൂ. ഇനി നമുക്കപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആയിക്കോളൂ. സോ വി ഹാവ് ഹിയർ ഇഫ് വി ഹാവ് എൻ ഇൻ്റർവൽ, ഇവിടെ നമുക്ക് A ഉണ്ട്, B ഉണ്ട്. ഇവിടെ നമുക്ക് എന്തുണ്ട്? A ഉണ്ട്, B ഉണ്ട്. ഇവിടെ P ആണ്. സോ വി ഹാവ് ദിസ് പാർട്ടീഷൻ. ഇവിടെ റിഫൈൻമെൻ്റ് ആണ്. സോ ഇത് ഒരു പാർട്ടീഷൻ പോയിൻ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയാണ് പ്രശ്നം വരാൻ പോകുന്നത്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ലോവർ സം കണ്ടുപിടിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ വീണ്ടും ലോവർ സം കണ്ടുപിടിച്ചു. ഇവിടെ ലോവർ സം കണ്ടുപിടിച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു? ലോവർ സം കണ്ടുപിടിച്ചു. അത് ഇവിടെ നമ്മൾ ലോവർ സം കണ്ടുപിടിച്ചു. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതേ ഇൻ്റർവെൽ തന്നെയാണ് ഇവിടെ, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. സോ ഇവിടുത്തെ ലോവർ സം എന്ത് തന്നെയാണ്? സെയിം ആണ്. അത് P എന്നുള്ള പാർട്ടീഷൻ്റെ കറസ്പോണ്ടിങ് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും P സ്റ്റാർ എന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും സെയിം ആണ്. അവസാനത്തെയും വ്യത്യാസമില്ല. ഇത് തന്നെയാണ് ഇവിടെയും വന്നിട്ടുണ്ടാവുള്ളൂ. ഇതേ സാധനം തന്നെ ഇവിടെയും വന്നിട്ടുണ്ടാവുള്ളൂ. സെയിം ആയിരിക്കും. ബിക്കോസ് നമ്മൾ സെയിം ലോവർ സം ആണെങ്കിൽ ഇവിടുത്തെ ഇൻഫിനിറ്റി തന്നെയാണല്ലോ ഇവിടെയും വരുന്നുണ്ടാവുക. ഇവിടുത്തെ ഇൻഫിനിറ്റി ഇവിടെ വരുന്നുണ്ടാവും. എന്താ വ്യത്യാസം വരാൻ പോണേ? ഇവിടെ ഒരു ഒറ്റ ട്രയാങ്കിളായി കിടക്കും. പക്ഷെ ഇവിടെ അത് ഈ ഹൈറ്റിൽ ഒരെണ്ണം പോവും, പിന്നെ ഒരെണ്ണം കുറച്ച് വലുതാൻ നിൽക്കും. ഇതിൽ നമ്മൾ ഇത് ഇടയ്ക്കൊരു പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്തേക്കണേ? ഇവിടെ പാർട്ടീഷൻ പോയിൻ്റ് കൊടുത്തേക്കണേ. കണ്ടോ? അപ്പോൾ നമുക്ക് എന്താ, ഇതിനേക്കാൾ ലോവർ സം ആണ് കാണുന്നതെങ്കിൽ ലോവർ സം എന്താവും? കൂടി വരും. ആക്ച്വലി കുറച്ചുകൂടെ കൂടി വരും. കേട്ടോ, നേരത്തെ ഇതായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 സ്റ്റെപ്പായിട്ട് കിട്ടി. അപ്പോൾ കുറച്ചുകൂടെ കൂടി കിട്ടി. റിഫൈൻമെൻറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കൂടി കിട്ടുക ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് P സ്റ്റാറിൻ്റെ കറസ്പോണ്ടിങ് എന്ത് ചെയ്യും? അപ്പർ സം കാണും. Pയുടെ കറസ്പോണ്ടിങ് അപ്പർ സം കാണും. അതുപോലെ തന്നെ P സ്റ്റാറിൻ്റെ കറസ്പോണ്ട് ലോവർ സം കണ്ടു, Pയുടെ കറസ്പോണ്ട് ലോവർ സം കണ്ടുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. സോ P സ്റ്റാറിൻ്റെ കറസ്പോണ്ട് ലോവർ സം എന്ന് ഏതിൻ്റെ ഇടയിലാണോ റിഫൈൻമെൻറ്റ് പോയിൻ്റ് വന്നത് ആ കറസ്പോണ്ടിങ് ഇൻ്റർവെല്ലിൽ മാത്രമേ വ്യത്യാസം കിട്ടുള്ളൂ. ബാക്കിയൊക്കെ ക്യാൻസലായി പോകും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ്. Suppose that P star contains just 1 point more than P. Denote this point by X star and suppose Xi minus 1 less than X star less than Xi. Let W1 എന്നുള്ളത് എന്താ എന്തെടുത്തു? ആ P സ്റ്റാർ റിഫൈൻമെൻറ്റിലെ Xi മൈനസ് 1 മുതൽ X സ്റ്റാർ വരെ ഒരു ഇൻ്റർവൽ ആക്കി, X സ്റ്റാർ മുതൽ Xi വരെ ഇൻ്റർവൽ, 2 ഇൻ്റർവലായി പൊട്ടിച്ചു.
എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ എന്നുള്ള ഇൻ്റർവെൽ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ഇൻ്റർവെലായി പൊട്ടിച്ചു. ഒന്നാമത്തെ ഇൻ്റർവെൽ ഏതാ? എക്സ് ഐ മൈനസ് വൺ എക്സ് സ്റ്റാർ. രണ്ടാമത്തെ ഇൻ്റർവെൽ എക്സ് സ്റ്റാർ എക്സ് ഐ. ഇങ്ങനെ രണ്ട് ഇൻ്റർവെലായിട്ട് നമ്മളതിന് പൊട്ടിച്ചു. സോ W1 എന്നുള്ളത് ഇൻഫീരിയം ഓഫ് എഫ് ഓഫ് എക്സ് ആണ്, എക്സ് ഐ മൈനസ് വൺ മുതൽ എക്സ് സ്റ്റാർ വരെ ഉള്ളതിൽ. W2 എന്താണ്? ഇൻഫീരിയം ഓഫ് എഫ് ഓഫ് എക്സ് ആണ്, എക്സ് ഐ മൈനസ് ഇത് എക്സ് സ്റ്റാർ മുതൽ എക്സ് ഐ വരെ ഉള്ളത്. നേരത്തെ ഇതിൻ്റെ രണ്ട് കറസ്പോണ്ട് M1 ഒരു MI ഉണ്ടായിരുന്നത്. എക്സ് ഐ മൈനസ് എക്സ് ഐ വരെയുള്ള നമ്മുടെ സ്മോൾ അല്ല ഇൻഫിനിയം വാല്യൂ എന്തായിരുന്നു? MI ആയിരുന്നു. ഇവിടെ നമുക്ക് MIക്ക് പകരം രണ്ട് വാല്യൂ W1 W2 കിട്ടിയിട്ടുണ്ട്. And let MI is equal to infimum of f of x, x varies between xi minus 1, xi. അപ്പോൾ ആലോചിച്ച് നോക്കൂ, MI എന്താ? ടോട്ടൽ ഇൻ്റർവെല്ലിലെ എക്സ് ഐ മൈനസ് മുതൽ എക്സ് ഐ വരെയുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ടൈം ചെയ്യുന്ന മിനിമം വാല്യൂ ആണ്. അതിനേക്കാളും വലുതല്ലേ ആവുള്ളൂ. അപ്പോൾ അവൻ പോസിബിൾ ഉള്ളൂ W1 W2. സോ ഓട്ടോമാറ്റിക്കലി ഒബ്വിയസ്ലി വി ഹാവ് സ്മോൾ MI ലെസ് ദാൻ ഓർ ഈക്വൽ ടു W1, W2. നോ ബൈ ഡെഫിനിഷൻ വാട്ട് ഇസ് LP of alpha? എന്താണ് LP of alpha നോക്കൂ. P എന്നുള്ള പാർട്ടീഷൻ ചെയ്യാണ് കേട്ടോ. സോ അവിടെ ആര് വരില്ല? എക്സ് സ്റ്റാറോ അതിൻ്റെ കറസ്പോണ്ടിങ് W1 W2 ഒന്നും വരില്ല. So sigma mi delta alpha, I just found the definition. So mi into alpha of xi minus alpha xi minus നമ്മൾ എഴുതി വെച്ചു. Now what is LP star f alpha minus LP of alpha? ഇത് ചെയ്യാൻ നേരത്തെ നോക്കൂ, P star f alpha ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ എവിടെയാണോ ഒരു പോയിന്റ് ഡിഫറെൻ്റ് ഉള്ളത് ആ പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് മാത്രമേ എന്ത് വരുള്ളൂ? ഏരിയകൾ വ്യത്യാസം വരുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. അതൊക്കെ ക്യാൻസലായി പോകും. അതാണ് എഴുതിയേക്കണേ. നോക്കൂ, LP star f alpha minus LP of alpha is equal to W1 into W1 എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരിക? W1 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഇടയിലുള്ള ഇൻഫിമം. ഇതിൻ്റെ ഇടയിലുള്ള നമ്മൾ എന്ത് വിളിച്ചു? W2 എന്ന് വിളിച്ചു. നേരത്തെ രണ്ടിനും കൂടി എന്തായിരുന്നു? M1 ആയിരുന്നു. ബാക്കിയുള്ള എല്ലാ സെഗ്മെൻറ്റിൻ്റെ ഏരിയകൾ തമ്മിൽ ക്യാൻസലായി പോകും. എപ്പോൾ? LP star f alpha minus LP of alpha ചെയ്യാൻ നേരത്ത്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ ഇടയ്ക്കുള്ള മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ? W1 ഇൻറ്റു മിനിമം വാല്യൂ അല്ലേ? W1 ഇൻറ്റു അതിൻ്റെ ലെങ്ത് എങ്ങനെ? ആൽഫ എക്സ് സ്റ്റാർ മൈനസ് ആൽഫ എക്സ് ഐ മൈനസ് 1 പ്ലസ് W2 ഇൻറ്റു ആൽഫ എക്സ് ഐ മൈനസ് ആൽഫ എക്സ് സ്റ്റാർ മൈനസ് ഇനി അത് LP star f ആൽഫയുടെ അത് രണ്ടേ ഉള്ളൂ. മൈനസ് ഇപ്പുറത്തെ LP f ആൽഫയുടെ ആരുണ്ട്? MI ഇൻറ്റു ആൽഫ എക്സ് ഐ മൈനസ് ആൽഫ എക്സ് ഐ മൈനസ് 1 ഉണ്ട്. ഓൾ അതർ ടേംസ് ഗെറ്റ് ക്യാൻസൽഡ്. ഓക്കെ, സോ നമ്മൾ എന്ത് കണ്ടോ? വീണ്ടും അത് എടുത്ത് എഴുതുന്നു. W1 ഇൻറ്റു ആൽഫ എക്സ് സ്റ്റാർ മൈനസ് ആൽഫ എക്സ് ഐ മൈനസ് 1 പ്ലസ് W2 ഇൻറ്റു ആൽഫ എക്സ് ഐ മൈനസ് ആൽഫ എക്സ് സ്റ്റാർ എന്ന് എഴുതി. ഇനി MI ഇൻറ്റു എന്ന് എഴുതുന്നതിൻ്റെ ഇടയിൽ ഒരു ആൽഫ എക്സ് സ്റ്റാർ ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാം. നമുക്കൊരു ദോഷവും ഇല്ലാത്ത രീതിയിൽ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഒരു വാല്യൂ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യണം. ഏതാ വാല്യൂ? ആൽഫ എക്സ് സ്റ്റാർ. സോ മൈനസ് MI ഇൻറ്റു ഇവിടെ നമ്മൾ പറഞ്ഞു കേട്ടോ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. MI ഇൻറ്റു ആൽഫ എക്സ് ഐ മൈനസ് ആൽഫ എക്സ് സ്റ്റാർ പ്ലസ് ആൽഫ എക്സ് ഐ മൈനസ് ആൽഫ എക്സ് ഐ മൈനസ് 1. സോ ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം കണ്ടോ? ഇവിടെ നമുക്കിപ്പോൾ ഇത് കണ്ടോ? ആൽഫ എക്സ് സ്റ്റാർ മൈനസ് ആൽഫ എക്സ് ഐ മൈനസ് നോട്ടീസ് ഇവിടെ ഒരു ആൽഫ ഓഫ് എക്സ് സ്റ്റാർ മൈനസ് ആൽഫ എക്സ് ഐ മൈനസ് ഇവിടെ ഉണ്ട് കണ്ടോ? ഇത് ഒരുമിച്ചാക്കി ഇതും ഒരുമിച്ചാക്കാൻ പറ്റും. അപ്പോൾ ഇതും ഒരുമിച്ചാക്കുമ്പോൾ W1 മൈനസ് MI എന്നിവിടെ കിട്ടും. ഇവിടെ W2 ഇത് പിന്നെ അടുത്ത് ഇത് രണ്ടും ഒരുമിച്ചാക്കുക, ഇതും. സോ ഇത് W2 മൈനസ് MI അവിടെയും കിട്ടും. ഓക്കെ, നോ പിന്നെന്താ? ദിസ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഇത് ഓൾവേസ് പോസിറ്റീവ്. W2 MI നോക്കുമ്പോൾ വലുതാവാനുള്ള പോസിബിൾ W2 ആണ്. സോ ഇതൊക്കെയും ദിസ് ഇസ് പോസിറ്റീവ്. സോ എല്ലാം കിട്ടുന്ന കൂടെ 0 ആണ്. സോ വി ഗോട്ട് LP star f alpha minus LP of alpha greater than or equal to 0. പോസിറ്റീവ് ആണെന്ന് കിട്ടും. ദാറ്റ് മീൻസ് LP star f alpha is greater than LP of alpha. LP star f alpha ആയിരിക്കും LP of alpha വലുതുണ്ടാവുക. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത കാര്യം ചെയ്യാൻ പറ്റും. സോ ഇഫ് P star contains, ഇപ്പോൾ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ, ഇനി K പോയിന്റ്സ് ഉണ്ടെങ്കിൽ again we will repeat the same procedure. If P star contains K points more than P, then we repeat the process K times and we get LP of alpha less than or equal to LP star of alpha. Similarly we can prove that UP star of alpha അവിടെ എന്താ ചെയ്യുക? അപ്പർ സമ്മാണ്. സോ അവിടെ വേണ്ടാത്ത ഏരിയ കളയുക ചെയ്യുക, റിഫൈനറി കളഞ്ഞ് പോവുക ചെയ്യുന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ റിഫൈൻമെൻ്റ് ആകുമ്പോൾ ചെറുതാവും. സോ പിയുടെ കറസ്പോണ്ടിങ് അപ്പർ സമ്മിനേക്കാൾ ചെറുതായിരിക്കും P സ്റ്റാറിൻ്റെ. സോ UP star of alpha less than or equal to UP of alpha വരും. ഓക്കെ, സോ ദിസ് ഇസ് എൻ ഇൻട്രൊഡക്ഷൻ. സോ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ കുറേ തിയറംസിലേക്ക് പോകാം. നമുക്ക് അടുത്ത ലെക്ചറായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.